Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Allahumma salli ala sayyidina Muhammadin wa ala alihi wa sahbihi wa sallim. ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്ക് ഒരു ഉമ്മയും രണ്ട് പെൺകുട്ടികളും കയറി വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരെ കണ്ടപ്പോൾ വിവരങ്ങൾ അന്വേഷിച്ചു. പതിവിന് വിപരീതമായി കയറി വന്നിരിക്കുന്ന ആ ഉമ്മയെയും രണ്ട് പെൺകുട്ടികളെയും കണ്ടപ്പോൾ അവരുടെ മുഖത്തിരുന്ന് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചിലതൊക്കെ വായിച്ചെടുക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരോട് സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ആ സംസാരത്തിലാണ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞത്. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് പരിഹാരമൊന്നുമില്ലാതെ യാചിക്കാൻ മറ്റു വീടുകളിലൂടെ നടക്കുന്നത് ഉചിതമല്ലെന്ന് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഈ ഉമ്മയും രണ്ട് പെൺകുട്ടികളും. ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത് കാണാം, ആ ഉമ്മയും രണ്ട് പെൺകുട്ടികളും വന്ന സമയം ഞാൻ വല്ലാതെ വേദനിച്ചു പോയ സമയമാണ്. എൻ്റെ കയ്യിലുള്ളത് 3 ഈത്തപ്പഴം മാത്രമാണ്, 3 കാരക്ക മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ആ സമയത്താണ് ആ ഉമ്മയും രണ്ട് പെൺകുട്ടികളും വിശപ്പിൻ്റെ കാഠിന്യത കൊണ്ട് കയറി വരുന്നത്. മറ്റൊരു പരിഹാരവും എൻ്റെ കയ്യിലില്ല. അവസാനം ഞാൻ ആ 3 കാരക്കയും എടുത്ത്
അപമാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ പഠിക്കൂ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങൾ പഠിക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുമായുള്ള അവിടുത്തെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിലെ ഒരു മാതാപിതാക്കൾക്കും ചിന്തിക്കാൻ കഴിയാത്തതിലപ്പുറമാണ്. ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ കയറി വരുമ്പോൾ നബി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? മകളെ കാണുമ്പോൾ ആദരിച്ചുകൊണ്ടല്ല, സ്നേഹം കൊണ്ട്, എന്നിട്ട് ചുംബിച്ചുകൊണ്ടാണ് മകളെ സ്വീകരിക്കുന്നത്. ഉപ്പ കയറി വരുമ്പോൾ മകൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ഉമ്മ വെച്ചുകൊണ്ടാണ് ഉപ്പയെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ആയിഷത്തു തുഹറ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി തങ്ങൾ തളർന്നു കിടക്കുന്ന സമയം, ജീവിതത്തിന്റെ ഭൗതിക ജീവിതത്തിന്റെ സമാപന ഘട്ടത്തിൽ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ കയറി വന്ന് ഇക്കാലം വരെയും തന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് തൻ്റെ കബറിൽ ഉമ്മ വെച്ച പ്രിയപ്പെട്ട ഉപ്പ എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന രംഗം കണ്ടപ്പോൾ അവിടുത്തെ നെറ്റിത്തടത്തിൽ വീണ് ദീർഘസമയം കണ്ണീരൊലിപ്പിച്ച് കടന്ന രംഗം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെ ഹൃദയത്തിൽ നബി തങ്ങൾ ഉണ്ടാക്കിയെടുത്ത സ്നേഹമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉപ്പ മരിച്ചു എന്ന് പറയുമ്പോൾ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറരുത്. ഉമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ സലാമത്തായി എന്ന് ചിന്തിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറരുത്. മറിച്ച് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് എൻ്റെ ഉപ്പാക്ക് നീ പൊറുക്കണം, എൻ്റെ ഉമ്മാക്ക് നീ പൊറുക്കണം എന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന മക്കളാവണമെങ്കിൽ നാം അവരോട് സ്നേഹത്തിൽ പെരുമാറണം, നാം അവരോട് ഇണക്കത്തിൽ പെരുമാറണം. എന്ന് പറയുമ്പോൾ എന്തും ചോദിച്ചതെന്തും വാങ്ങിക്കൊടുക്കുക, അവരിഷ്ടപ്പെട്ടതിനൊക്കെ വിട്ടുകൊടുക്കുക എന്നർത്ഥമില്ല. സ്നേഹിക്കേണ്ട വിധം നമ്മൾ സ്നേഹിക്കണം, ലാളിക്കേണ്ട വിധം നമ്മൾ ലാളിക്കണം. എന്നാൽ ശിക്ഷിക്കേണ്ടടുത്ത് ക്രിയാത്മകമായി ശിക്ഷിക്കണം. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ മക്കൾക്ക് 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അവരെ അടിക്കണം. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയോട് തന്നെ നബി തങ്ങൾ പഠിപ്പിച്ചത് ഹദീസിന്റെ താളുകളിൽ കാണാം. അൻഖിദി നഫ്സകി മിനന്നാർ. ഓ ഫാത്തിമ, ഉപ്പ വലിയ നേതാവാൻ, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാൻ എന്ന നിലക്കൊന്നും സമാധാനിക്കാൻ വകുപ്പില്ല. അൻഖിദി നഫ്സകി മിനന്നാർ. നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ മോചിപ്പിക്കണം ഫാത്തിമ. നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ മോചിപ്പിക്കണം ഫാത്തിമ. അതിനുള്ള മാർഗങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം, ആരാധനകൾ നീ ശ്രദ്ധിക്കണം, സ്വഭാവങ്ങൾ നീ സംസ്കരിക്കണം എന്ന് ഫാത്തിമത്ത് സഹ്റയിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചത് സ്നേഹിക്കേണ്ടവിടെ സ്നേഹിക്കുകയും ശാസിക്കേണ്ടവിടെ ശാസിക്കുകയും ശിക്ഷിക്കേണ്ടവിടെ ക്രിയാത്മകമായി ശിക്ഷിക്കുകയും വേണമെന്ന ഒരു വലിയ പാഠമാണ്. അതുകൊണ്ട് സന്താനങ്ങളെ സ്നേഹിക്കാനും നാം നന്നാവാനും മക്കളെ കൂടെ നിർത്തി ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് അവരെ നന്നാക്കിയെടുക്കാനും നമുക്ക് കഴിയണം. സന്താന പരിപാലന മേഖലകളിൽ നാം ഗൗരവമായി ഇടപെടണം. പലപ്പോഴും കുഞ്ഞിക്കാലത്ത് ശ്രദ്ധിക്കാതെ വഴിവിട്ട മേഖലയിലേക്കൊക്കെ വിട്ടുകൊടുത്ത് പിന്നീട് വിരൽ കടിച്ച് വാർദ്ധക്യാവസ്ഥയിൽ എൻ്റെ മകനെ കൊണ്ട് ഞാൻ പരീക്ഷിക്കപ്പെടുന്നു, എൻ്റെ മകളെ കൊണ്ട് ഞാൻ പരീക്ഷിക്കപ്പെടുന്നു എന്ന് വിലപിച്ച് നടക്കുന്ന എത്രയോ ആളുകൾ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ വിഷയങ്ങൾ നാം ഗൗരവമായി ശ്രദ്ധിക്കുകയും നാം നമ്മുടെ സന്താനങ്ങളെ നല്ല നിലയിൽ പരിചരിക്കാനും പരിപാലിക്കാനും അധ്വാനിക്കുകയും, പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവരെ നാം സ്നേഹിക്കണം. ആ പെൺകുട്ടികൾ ഉണ്ടാകുന്നത് ഒരിക്കലും നാം ഭാരമായി കാണരുത്. നിങ്ങൾ കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം, ലാ തക്റഹുൽ ബനാത്, നിങ്ങൾ പെൺകുട്ടികളെ വെറുക്കരുത്. ഫഇന്നഹുന്നൽ മോനിസാത്തുൽ മുജ്ഹിറാത്തുൽ ഹാലിയാത്തുൽ ഹാമിലാത്ത്. ആരാണ് ഈ പെൺകുട്ടികൾ? ആ പെൺകുട്ടികൾ മാതാപിതാക്കൾക്ക് നേരം പോക്കിനുള്ളവരാണ്. ആ പെൺകുട്ടികളുടെ സംസാരങ്ങൾ, ആ പെൺകുട്ടികളുടെ കളികൾ, അത് മാതാപിതാക്കൾക്ക് വലിയ നേരം പോക്കിനുള്ള സംവിധാനങ്ങളാണ്. ആ പെൺകുട്ടികളോ വലിയ സ്ഥാനമുള്ളവരാണ്. ആ പെൺകുട്ടികളോ വിവാഹം ചെയ്തു കൊടുക്കാൻ നാം ഇങ്ങനെ തയ്യാറാക്കി വെക്കുന്നവരാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെൺകുട്ടികളുടെ മഹത്വം പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് പെൺകുട്ടി ജനിക്കുന്നു എന്ന് പറയുമ്പോൾ, വീണ്ടും വീണ്ടും പെൺകുട്ടികൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിലെ ബറക്കത്താണ്, പരലോകത്തിലെ വലിയ വിജയമാണ് എന്നു മനസ്സിലാക്കി നിരാശയുടെ വാചകങ്ങൾ പ്രയോഗിക്കാതെ, സന്താന പരിപാലനത്തിൽ നാം വീഴ്ച വരുത്താതെ ഗൗരവമായി
നാം അതിൽ ഇടപെടുകയും കുട്ടികളെ, സന്താനങ്ങളെ, മക്കളെ സ്നേഹിക്കുകയും പെൺമക്കളെ പ്രത്യേകിച്ച് നാം ലാളനയോടുകൂടെ കാണുകയും ആൺകുട്ടികളെ അവരെ സച്ചരിതരുടെ മാർഗത്തിൽ നടത്താൻ നാം അധ്വാനിക്കുകയും മക്കൾക്കിടയിൽ ഒരു വിധത്തിലും ഏറ്റവ്യത്യാസം കാണിക്കാതെ തുല്യമായ മനോഭാവത്തിൽ അവരെ സമീപിക്കാനും നമുക്ക് കഴിയണം. ഇൻഷാ അള്ളാഹ് കൂടുതൽ വിശദീകരണങ്ങൾ ഇൻഷാ അള്ളാഹ് വരുന്ന ദിനങ്ങളിൽ നമുക്ക് പറയാം. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ എന്ത്, ഒരു മകന് കൊടുക്കേണ്ട ഉപദേശമെന്ത്, വിവാഹ ജീവിതത്തിലേക്ക് പാദമൂന്നുമ്പോൾ അതൊക്കെ ഇൻഷാ അള്ളാഹ് വരുന്ന ദിനങ്ങളിൽ നമുക്ക് പഠിക്കാം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.